2024 അവസാനിക്കാൻ പോകുന്ന ഈ വേളയിൽ 2025 വരവേൽക്കാൻ വല്ലാർപാടം പള്ളിയിൽ ദേവാലയത്തിലാണ് ഇന്നത്തെ യാത്ര. അവിടെയാണ് പാതിരാ കുർബാന കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മുടെ ഇന്ന് വീട്ടിലാണ് നിൽക്കുന്നത്. ക്രിസ്മസിൻ്റെ അലങ്കാരവും ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ ഈ ഭവനം നല്ല അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലെ ഇന്നത്തെ ന്യൂ ഇയർ ആഘോഷം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടർ ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ലുലു മോളാണ്. അപ്പോൾ നമ്മൾ എടപ്പള്ളി പള്ളി കാണാൻ വേണ്ടി പോവാണ്. അവിടെ അതിമനോഹരമായ കുറേ ദൃശ്യങ്ങൾ കാണാം. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, പുൽക്കൂടുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ അവിടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എടപ്പള്ളി പള്ളിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൊച്ചിയിലെ എടപ്പള്ളി പള്ളിയിലെ ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ന്യൂ ഇയറിന് അനുഭവിച്ച ഒരു ഡെക്കറേഷനാണ് നമുക്ക് കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഡെക്കറേഷൻ നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റില്ല. അതുപോലെ അടിപൊളിയാണ് കാണാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. എടപ്പള്ളി പള്ളിയിലെ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൈറ്റുകളുടെ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണാൻ എന്തു മനോഹരമായിരിക്കുന്ന ഈ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണിത്. വൻ തിരക്കുകൾ നമുക്ക് കാണാം. ന്യൂ ഇയർ പ്രമാണിച്ച് വൻ തിരക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്ന് എത്തിച്ചേർന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി. എടപ്പള്ളി പള്ളിയിലെ താഴത്തെ പള്ളിയാണ് നമുക്ക് കാണുന്നത്. നമുക്കിവിടെ ഒരു മനോഹരമായൊരു പുൽക്കൂട് നമുക്ക് കാണാൻ സാധിക്കും. പുൽക്കൂടിൻ്റെ ഒരു ചെറിയൊരു ദൃശ്യം ഞാൻ കാണിക്കാം നിങ്ങളെ. പുൽക്കൂടിൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മൾ കാണുന്നത്. ഏകദേശം 18ഓളം പുൽക്കൂടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മത്സരമായിരുന്നു പുൽക്കൂടിൻ്റെ. അപ്പോൾ ഏറ്റവും മനോഹരമായ പുൽക്കൂടിൻ്റെ അത് നിരവധി പുൽക്കൂടുണ്ടെങ്കിലും ഒന്നാം പ്രൈസ് കിട്ടിയ പുൽക്കൂട് നമുക്ക് അപ്പുറത്ത് കാണാൻ സാധിക്കും. ഓരോ യൂണിറ്റ് ആണെന്ന് എനിക്കല്ല, വ്യക്തികളാണ് എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ എന്തായാലും അതിമനോഹരമായ പുൽക്കൂടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ വെറൈറ്റിയാണ്, എത്ര കണ്ടാലും നമുക്ക് മതിയാത്ത വെറൈറ്റി പുൽക്കൂടാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. മഞ്ഞ് പെയ്യുന്ന രാവിലെ ഒരു ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാം. അതിമനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്ക് കാണുന്നത്. ഇതൊരു വെറൈറ്റിയാണ് നമുക്ക് കാണാം. ഇതുവരെ കണ്ടാത്ത ഒരു സാധനമാണ്. എന്തായാലും ഇതിൻ്റെ നിർമ്മാണം അടിപൊളി ഒരു നിർമ്മാണം തന്നെയാണ്. ട്രെയിൻ പോകുന്നതും മഞ്ഞ് പെയ്യുന്ന രാവെന്ന് പറയാം. അങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു കേക്കിൻ്റെ മോഡൽ ഒരു ആകൃതിയിൽ പപ്പാഞ്ഞിയുണ്ട്. അപ്പം എന്തായാലും വെറൈറ്റി ആയുള്ളൊരു സംഭവം തന്നെയാണിത്. ഇത് പള്ളിയുടെ താഴ്വശത്ത് ഒരു ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആണ്, വളരെ മനോഹരമായ. അതുപോലെ പള്ളിയുടെ പല കളറിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ മുകൾ വശത്തൊക്കെ ലൈറ്റ്, ഫുൾ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റാണ് നമ്മുടെ. പക്ഷേ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വലിയ സ്റ്റാറുകൾ കാണാം. ബ്ലൂ ലൈറ്റ്, പച്ച ലൈറ്റ്, അങ്ങനെ ഒരുപാട് ലൈറ്റുകളാണ് മൊത്തം ഉള്ളത്. അതുപോലെ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. അതുപോലെ ഒരുപാട് ആൾക്കാർ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പാതിരാ കുർബാന കാണാൻ വേണ്ടി ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അടിപൊളി ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ട്രീ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടപ്പള്ളി പള്ളിയിൽ നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഈ വർഷത്തെ ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, അതുപോലെ പുൽക്കൂടുകൾ, അത് ഒന്നും തന്നെ പറയാനില്ല. ലൈറ്റ് കൊണ്ട് ഫുൾ ഇതൊന്ന് കാണേണ്ട സംഭവം തന്നെയാണ്.
മൊത്തം 18 പുൽക്കൂട് നമ്മൾ കണ്ട്. ആ 18 പുൽക്കൂടിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പുൽക്കൂടാണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായൊരു പുൽക്കൂടാണ്. നമുക്ക് തടിയും തെർമാക്കോളും അങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ ഒരുപാട് പുൽക്കൂട് ഇത് കണ്ടെങ്കിലും ഏറ്റവും മനോഹരമായൊരു പുൽക്കൂട് തന്നെയാണിത്. ഇതിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയേക്കുന്നത്. ഒരുപാട് വർക്കൗട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞാൽ അതിമനോഹരമായൊരു പുൽക്കൂടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എടപ്പള്ളി പള്ളിയിലാണ് നിൽക്കുന്നത്. അതും അതിമനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇരു സൈഡുകൾ ലൈറ്റുകളുമായിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു അറേഞ്ച്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും പള്ളിയുടെ ഏരിയ തന്നെയാണ്. പള്ളിയുടെ ഏരിയ വെച്ചാൽ പനയാണ് മൊത്തം. ഒരു ഗൾഫ് സ്റ്റൈലിലാണ് ഈ പന കാണുന്നത്. അതിമനോഹരം തന്നെയാണ് കാണാൻ തന്നെ. പച്ച കളർ ലൈറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി രാത്രിയിൽ കുർബാന കാണാനും ഒരുപാട് ആൾക്കാരുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പാർക്കിംഗ് ഏരിയ മൊത്തം ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വല്ലാർപാടം പള്ളിയിലാണ് നമ്മൾ ഇന്ന് പാതിരാ കുർബാന കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി വല്ലാർപാടം പള്ളിയിലേക്കാണ് പോകുന്നത്. ഇത് കാണുന്നത് നമ്മുടെ സുഭാഷ് പാർക്കാണ്. സുഭാഷ് പാർക്കിൻ്റെ ഒരു അലങ്കാരം കണ്ടോ. ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ്. നമുക്ക് എവിടെ ചെന്നാലും ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. കൊച്ചി ഏത് സ്ഥലത്ത് ചെന്നാലും ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ്. ഇത് നമ്മൾ സുഭാഷ് പാർക്കിലെ ഒരു ദൃശ്യമാണ് നമുക്ക് കാണുന്നത്. നമ്മൾ നേരെ വല്ലാർപാടം പള്ളിയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് വല്ലാർപാടം പള്ളിയിലാണ്. ഇന്നത്തെ പാതിരാ കുർബാന കാണുന്ന ഇവിടെയാണ്. വല്ലാർപാടം പള്ളിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. അതിമനോഹരമായൊരു ദേവാലയം തന്നെയാണ്. ആ ദേവാലയത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് കാണുന്നത്. ഒരുപാട് ലൈറ്റുകളും ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പാതിരാ കുർബാന നമ്മളിവിടെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ന്യൂ ഇയർ ആഘോഷങ്ങൾ ഈ ദേവാലയത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ വളരെ മനോഹരമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. നമ്മുടെ അവിടുത്തെ പള്ളി പോലെ, നേരത്തെ കണ്ട പള്ളി പോലെ തന്നെ എന്നാലും ചെറിയൊരു കുറേ ഡെക്കറേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വല്ലാർപാടം പള്ളി എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ അനുഗ്രഹമായ ഒരു ദേവാലയമാണ്. ഇന്നത്തെ പാതിരാ കുർബാന നമ്മളിവിടെയാണ് നമ്മൾ കുർബാന കാണുന്നതും അതുപോലെ തന്നെ ന്യൂ ഇയർ ആഘോഷിക്കും നമ്മളിവിടെ തന്നെയാണ്. ഇന്ന് ഈ രാത്രി മൊത്തം നമ്മളിവിടെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇന്ന് കുർബാനയ്ക്ക് ശേഷം നമ്മൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കുർബാന നമ്മളിവിടെയാണ് കാണുന്നത്. ഇവിടെ വല്ലാർപാടം പള്ളിയിലെ ചെറിയൊരു പുൽക്കൂട് നമുക്ക് കാണാം. മൊത്തം പുല്ലുകൊണ്ട് ചെയ്തേക്കുന്നൊരു പുൽക്കൂടാണിത്. കുറേ തെനയുണ്ട്, പിന്നെ ഗോതമ്പ് കൊണ്ടുള്ള വയലൊക്കെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അധികം വലിയൊരു പുൽക്കൂടാണ് നമുക്ക് കാണുന്നത്. ഒരു വെള്ളച്ചാട്ടവും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയും പാതിരാ കുർബാന കാണാൻ വേണ്ടി നിരവധി ആൾക്കാർ എത്തിച്ചേർന്നുണ്ട്. പക്ഷേ ഈ വർഷം ഇവിടെ ലൈറ്റ് വളരെ കുറവാണ്. എല്ലാ വർഷവും ക്രിസ്മസിന് ഒരുപാട് ലൈറ്റുകളും അറേഞ്ച്മെൻറ്റൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഈസ്റ്ററിനും ഇവിടെ ഒരുപാട് പ്രോഗ്രാമുള്ള ഒരു ദേവാലയമാണ് വല്ലാർപാടം പള്ളി. എന്തു പറഞ്ഞാലും നമുക്ക് കുറേ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അന്നത്തെ പാതിരാ കുർബാന നമ്മളിവിടെയാണ് കാണുന്നത്. അതുപോലെ ന്യൂ ഇയറും നമ്മളിവിടെ തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ ദൃശ്യത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏകദേശം 12 മണിയാകുന്നു സമയം. 2025 നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ഒരു സമയമാണ്. നമ്മുടെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കുർബാനയുടെ സമയം നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഈ സമയത്താണ് 2025 നമ്മൾ വരവേൽക്കുന്ന ഒരു ഭാഗമാണ് പള്ളിയുടെ ഉള്ളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. പുതുവത്സര ആശംസകൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ.